എക്സാമിനേഷൻ ഓഫ് സീരിയസ്. സോ ഏത് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം സബ്ജക്റ്റിന്റെ കൺസെന്റ് ചോദിക്കണം. സോ ആദ്യം ഗ്രീറ്റിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം ബയോഡാറ്റ, പിന്നെ കൺസെന്റ് ചോദിക്കുക, അതിനുശേഷം ജനറൽ എക്സാമിനേഷൻ, ദെൻ സിസ്റ്റമിക് എക്സാമിനേഷൻ ഓഫ് സീരിയസ്. സോ സിസ്റ്റമിക് എക്സാമിനേഷനകത്ത് കാര്യമായിട്ട് 4 കാര്യങ്ങളുണ്ട്. അത് ആ സെയിം ഓർഡറിൽ തന്നെ ചെയ്യാം. ആദ്യം ആർട്ടീരിയൽ പൾസ്, സെക്കൻഡ് മെഷർമെന്റ് ഓഫ് ബ്ലഡ് പ്രഷർ, 3 ജുഗുലാർ വീനസ് പൾസ് ആൻഡ് പ്രഷർ എക്സാമിനേഷൻ, ആൻഡ് 4ാമത്തത് എക്സാമിനേഷൻ ഓഫ് പ്രിക്കോർഡിയം. ആർട്ടീരിയൽ പൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചൂസ് ചെയ്യുന്നത് റേഡിയൽ ആർട്ടറി ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം പേഷ്യന്റിന്റെ കൈ സെമി പ്രോൺഡ് പൊസിഷൻ ആൻഡ് റിസ്റ്റ് സെമി ഫ്ലെക്സ്ഡ് ആയിട്ട് എടുക്കാം. അതിനുശേഷം ഫ്ലെക്സർ കാർപ്പെ റേഡിയാലിസ് ടെൻഡൻ ആൻഡ് സ്റ്റൈലോയിഡ് പ്രോസസ് ഓഫ് ദി റേഡിയസിന് എഗെയിൻസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ബോണി പ്രൊമിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ പൾസ്, ഒരു ആർട്ടറിന്റെ പൾസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രഷർ കൊടുക്കാം. ആ സമയത്ത് നമുക്ക് റേഡിയൽ ആർട്ടറി പൾസ് കിട്ടും. ആൻഡ് ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസ്റ്റ് വാച്ച് യൂസ് ചെയ്ത് 1 മിനിറ്റിൽ എത്ര ബീറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാം. അത് ഓൾമോസ്റ്റ് ഒരു 60 to 100 ആയിരിക്കും വരെ. സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ആർട്ടീരിയൽ പൾസ് പറഞ്ഞു, ദാറ്റ് ഈസ് റേറ്റ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് റിതം. റിതം എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു റെഗുലാരിറ്റി വിച്ച് 1 ബീറ്റ് ഫോളോസ് ദി അതർ. ഒരു ബീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബീറ്റ് വരുന്ന ആ ഒരു ഗ്യാപ്പ്, അത് സാധാരണ നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം ഈ ഒരു 60 മിനിറ്റിൽ നോക്കുമ്പോൾ അത് റെഗുലർ ആണോ എന്ന് മാത്രം, ഈ ഒരു പ്രഷർ ആർട്ടീരിയൽ പൾസ് നോക്കുന്ന സമയത്ത് റെഗുലർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇറഗുലാരിറ്റി, ഏട്രിയൽ ഫിബ്രിലേഷൻ ഒക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ട് ഇറഗുലാരിറ്റി നോട്ടീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ക്യാരക്ടർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കില്ലേ കരോട്ടിക് പൾസ്. സോ റൈറ്റ് കരോട്ടിക് പൾസ് വേണം നോക്കാൻ. റൈറ്റ് കരോട്ടിക് പൾസ് നോക്കുമ്പോൾ പേഷ്യന്റിന്റെ ഹെഡ് ലെഫ്റ്റിലേക്ക് തിരിക്കുക ആൻഡ് സ്റ്റേർണോക്ലെയ്ഡോമാസ്റ്റോയിഡ്, ഈ തൈറോയിഡ് കാർട്ടിലേജിന്റെ ലെവൽ, ആഡംസ് ആപ്പിൾ കാണുന്നത് ഈ തൈറോയിഡ് കാർട്ടിലേജിന്റെ പ്രൊമിനൻസ് ആയിരിക്കും. സോ അവിടുന്ന് ജസ്റ്റ് റൈറ്റിലേക്ക് മാറി സ്റ്റേർണോക്ലെയ്ഡോമാസ്റ്റോയിഡിന്റെ മീഡിയൽ ബോർഡറിൽ നമ്മൾ പ്രഷർ കൊടുത്താൽ, കാര്യമായിട്ട് പറയല് തമ്പ് യൂസ് ചെയ്ത് പ്രഷർ കൊടുക്കണം എന്നാണ്. സോ തമ്പ് യൂസ് ചെയ്ത് പ്രഷർ കൊടുത്താൽ നമുക്ക് കരോട്ടിക് പൾസ് കിട്ടും. ഫോർത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ പൾസ് ആണ്. അത് സിംപ്ലി ഈ പൾസ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഒരു റഫ് ഗൈഡ് മാത്രമായിട്ടാണ് വോളിയം ഓഫ് ദ പൾസ് ചോദിക്കല്. ഫിഫ്ത്ത് ക്യാരക്ടർ ഓഫ് ആർട്ടീരിയൽ പൾസ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് വെസൽ വാൾ ആണ്. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം റേഡിയൽ ആർട്ടറിനെ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്ത് ആദ്യം ഒക്ലൂഡ് ചെയ്യണം. രണ്ടാമത് ഈ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സ്ക്വീസ് ചെയ്തതിന് ശേഷം മിഡിൽ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒരു റൗണ്ട് മോഷനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം. സോ അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടെൻഡനൊക്കെ ടച്ച് ചെയ്യുന്ന പോലെ ഒരു ചെറുതായിട്ടൊരു ഒരു കട്ടി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു നോർമൽ വെസൽ വാൾ അങ്ങനെ പാൽപേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടൂല. അത് ഓൾഡ് ഏജ് അതെറോസ്ക്ലീറോസിസ് കണ്ടീഷനിലൊക്കെയാണ് സാധാരണ ഈ പറഞ്ഞിട്ടുള്ള റേഡിയൽ ആർട്ടറി പാൽപേറ്റ് ചെയ്യാൻ കിട്ടുക. സോ 6th ക്യാരക്ടറാണ് റേഡിയോ ഫെമറൽ ഡിലേ അല്ലെങ്കിൽ ബ്രേക്കിയോ ഫെമറൽ ഡിലേ എന്ന് പറയാം. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ റേഡിയൽ പൾസേഷനും അതേപോലെ തന്നെ ഫെമറൽ പൾസേഷനും നമ്മൾ സൈമിൾട്ടേനിയസ്ലി ചെക്ക് ചെയ്യും. ആ സമയത്ത് ഇവർ തമ്മിലൊരു ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൊയക്ടേഷൻ ഓഫ് അയോട്ട അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. സോ അല്ലാത്ത കേസിൽ നമ്മൾ നോ റേഡിയോ ഫെമറൽ ഡിലേ എന്ന് എഴുതും. ആൻഡ് നെക്സ്റ്റ് ആണ് അതർ പെരിഫറൽ പൾസേഷൻസ്. ബാക്കി ഇതല്ലാതെ വേറെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇതേപോലെ പെരിഫറൽ പൾസേഷൻ കിട്ടും. എക്സാമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ള സൂപ്പർഫിഷ്യൽ ടെമ്പറല്, അതേപോലെ തന്നെ ഫേഷ്യല്, കെരോട്ടിഡ്, ബ്രേക്കിയൽ, അൾനാർ, എപ്പിഗാസ്ട്രിക്, ഫെമറൽ, സ്പോക്ലീറ്റിയൽ, ഈ ഭാഗത്തൊക്കെ, അതേപോലെ ഡോർസാലിസ് പെഡിസ്, ഇവിടെയൊക്കെ നമുക്ക് എക്സ്ട്രാ പൾസ് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് റേഡിയൽ ആർട്ടറി ആണെന്നേ ഉള്ളൂ.
എക്സാമിനേഷൻ ഓഫ് പ്രിക്കോഡിയം. അതിനകത്ത് 4 പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഇൻസ്പെക്ഷൻ, 2 പാൽപേഷൻ, പെർക്കഷൻ ആൻഡ് ഓസ്കൾട്ടേഷൻ. സോ ഫസ്റ്റ് പ്രൊസീജിയർ ഈസ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷനകത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കാം. ഒന്ന് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ പ്രിക്കോഡിയം, രണ്ടാമത്തത് ഏതെങ്കിലും വെയിന് ഡയലേറ്റ് ആയിട്ടുണ്ടോന്ന്, ആൻഡ് മൂന്നാമത്തത് പൾസേഷൻസ്. പ്രിക്കോഡിയത്തിൽ വേറെ എവിടെയെങ്കിലും പൾസേഷൻസ് ഉണ്ടോ, അതിൽ കാര്യമായിട്ട് അപ്പെക്സ് ബീറ്റ വരെ. സോ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ പ്രിക്കോഡിയം പറയുന്ന സമയത്ത് പ്രിക്കോഡിയം ബൾജ്ഡ് ആയിട്ടാണോ, ഈ ചെസ്റ്റ് വാള് ചില സമയത്ത് ബൾജ്ഡ് ആയിട്ട് കിടക്കും ചില കണ്ടീഷനിൽ, അതേപോലെ ചിലയിൽ ഫ്ലാറ്റൻഡ് ആയിട്ട് കിടക്കും. ഇവിടെ ഇപ്പോൾ നോർമലാണ്, സോ നോർമൽ. ആൻഡ് നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ വീനക്കാവൽ ഒക്കെ ഒബ്സ്ട്രക്ഷൻ വരുന്ന സമയത്ത് വെയിൻസ് എൻലാർജഡ് ആയതുകൊണ്ട് ഡയലേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇവിടെ വെയിന് നമ്മൾ ഡയലേറ്റഡ് ആയിട്ട് കാണില്ല, സോ അതും നോർമൽ. അപ്പെക്സ് ബീറ്റ്, അതാണ് ഈ പറഞ്ഞിട്ടുള്ള പൾസേഷൻസ് ഓവർ ദ പ്രിക്കോഡിയം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പെക്സ് ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാവിക്കുലാറിൽ മിഡ് ക്ലാവിക്കുലാർ ലൈനിൽ 5th ഇന്റർകോസ്റ്റൽ സ്പേസ് മിഡ് ക്ലാവിക്കുലാർ ലൈൻ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ചെറുതായിട്ട് നമുക്ക് ഹാർട്ടിന്റെ അപ്പെക്സിന്റെ ബീറ്റ് കിട്ടും. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഭയങ്കര തിൻ വാളായിട്ടുള്ള ചെസ്റ്റ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അപ്പെക്സ് ബീറ്റ് കാണാൻ പറ്റും. നോർമലി അത് കാണാൻ പറ്റും, പക്ഷെ കുറച്ച് തടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കതങ്ങനെ പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റില്ല. സോ നെക്സ്റ്റ് പാൽപേഷനകത്ത് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അപ്പെക്സ് ബീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹാർട്ടിന്റെ അപ്പെക്സിൽ കാണുന്ന ബീറ്റാണത് നമുക്ക് ഈ പുറത്ത് പാൽപേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ചില സമയത്ത് നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്താൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള അപ്പെക്സ് ബീറ്റ് കാണാൻ പറ്റും. സോ അത് കിട്ടുക, അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് 1 സെന്റിമീറ്റർ മീഡിയൽ ടു മിഡ് ക്ലാവിക്കുലർ ലൈനിലായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അപ്പെക്സ് ബീറ്റ് നമുക്ക് കിട്ടുക. സോ ലെഫ്റ്റ് ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹയസ്റ്റ് പോർഷൻ ഓഫ് ദ സ്റ്റേർണൽ ആംഗിൾ, അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇന്റർകോസ്റ്റൽ സ്പേസ് വിൽ ബി സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്. അതിനുശേഷം പിന്നെ തേർഡ്, അതിനുശേഷം ഫോർത്ത്, ഈ നിപ്പിളിനോട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 4th ഇന്റർകോസ്റ്റൽ സ്പേസ് ആയിരിക്കും. ഡയറക്റ്റ് അങ്ങനെ മെഷർ ചെയ്യാം. പിന്നെ അതിനുശേഷം 5th ഇന്റർകോസ്റ്റൽ സ്പേസ്. 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ ഏകദേശം ഈ പോയിന്റിലായിട്ടായിരിക്കും അപ്പെക്സ് ബീറ്റ് വരിക. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൈ വെച്ചിട്ട് ലോക്കലൈസ് ചെയ്യാം. അതിനുശേഷം ഏകദേശം ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അൾനാർ പ്രൊമിനൻസ് വെച്ചിട്ട് നോക്കാം. ആൻഡ് അതിൽ അപ്പെക്സ് ബീറ്റ് ആ ഒരു സെൻസേഷൻ കിട്ടുന്ന ആ ഒരു പോയിന്റിനെ പിന്നെ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ ആയിട്ട് ലോക്കലൈസ് ചെയ്യാം. സോ ദിസ് പോയിന്റിലാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അപ്പെക്സ് ബീറ്റ് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ഇൻ പാൽപേഷൻ ഈസ് ത്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്പെക്സ് ബീറ്റ് നോക്കിയ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു പാൽപ്പബിൾ മെർമർ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ത്രില്ല് എന്ന് പറയുന്നത്. ഇത് ഈ ഡിഫക്റ്റീവ് കണ്ടീഷനിൽ മാത്രമേ ഈ ത്രില്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ്. ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ് എന്ന് പറഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിന്റെ കേസിൽ ഈ സ്റ്റേർണത്തിന്റെ ജസ്റ്റ് ലെഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ലിഫ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതിന് വിളിക്കുന്ന പേരാണ് ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ്. സ്റ്റേർണത്തിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് അൾനാർ ആസ്പെക്ട് ഓഫ് ദി ആമായിട്ട് ഫേം ആയിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ് പോസിറ്റീവ് ആണെന്ന് പറയാം. പക്ഷെ ഇപ്പം നോർമലാണ്, ഇവിടെ ഒന്നും നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് നോർമൽ. നെക്സ്റ്റ് പെർക്കഷൻ. പെർക്കഷൻ ചെയ്തിട്ട് നമ്മൾ ഹാർട്ടിന്റെ ബോർഡേഴ്സ് കണ്ടുപിടിക്കും. ഇത് എൻലാർജ്മെന്റ് ഓഫ് ദി ഹാർട്ട് അല്ലെങ്കിൽ പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പെർക്കഷൻ ചെയ്തിട്ട് നമ്മൾ ഹാർട്ടിന്റെ ബോർഡേഴ്സ് കണ്ടുപിടിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് അഗെയിൻ സ്റ്റേർണൽ ആംഗിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് റിബ്, സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്, പിന്നെ ഇവിടെ തൊട്ട് നമ്മൾ പെർക്കഷൻ ചെയ്തിട്ട് ലിവറിന്റെ അപ്പർ ബോർഡർ കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് ഈ പെർക്കഷൻ ചെയ്യുമ്പോൾ ഒരു ഡൾനെസ് ഫീൽ ചെയ്യും. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഡൾനെസ് കിട്ടി. സോ ഈ ലെവലിലാണ് ലിവർ കിടക്കുന്നത്. ഈ ലിവറിന്റെ ഈ ഒരു പോർഷൻ മുതൽ നമ്മൾ ആക്സിലിൽ നിന്ന് ഇവിടേക്ക് വരെ നെക്സ്റ്റ് പെർക്കഷൻ നടത്തണം. അത് ഓർഗന്റെ കേസിൽ നമ്മളെപ്പോഴും ഓർഗനോട് പാരലൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കൈ നേരെ ചിരിച്ചു വെക്കണം. ആൻഡ് ഇഗൈൻ പെർക്കഷൻ ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു ഡൾനെസ് കേട്ടു. സോ ഈ റൈറ്റ് സ്റ്റേർണൽ ബോർഡറിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പൊസിഷനിൽ
തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് വരെ. ലിവറിന്റെ ഈ ഡൾനെസ് കേട്ടത് 6th ഇന്റർകോസ്റ്റൽ സ്പേസിലേക്ക്. സോ ഇവിടുന്ന് മുതൽ തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് വരെ ആയിരിക്കും റൈറ്റ് ബോർഡർ ഓഫ് ദി ഹാർട്ട്. സോ നെക്സ്റ്റ് ലെഫ്റ്റ് ബോർഡർ ഓഫ് ദി ഹാർട്ട്. ലെഫ്റ്റ് ബോർഡർ ഓഫ് ദി ഹാർട്ട് ചെറുതായിട്ട് കർവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു പോയിന്റ് കിടക്കുന്നത് നേരത്തെ നമ്മൾ അപ്പെക്സ് ബീറ്റ് കണ്ടുപിടിച്ച ആ ഒരു പോർഷൻ, ദാറ്റ് ഇസ് 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ സംവർ ആണ് കിടക്കുന്നത്. സോ 5th ഇന്റർകോസ്റ്റൽ സ്പേസ് നിപ്പിളിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4th, അതിന്റെ നേരെ താഴെയുള്ളത് 5th ഇന്റർകോസ്റ്റൽ സ്പേസ്. ഇനി ബാക്കിയുള്ള പോർഷൻ ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എഗെയിൻ പാരലൽ ആയിട്ട് കൈവെക്കാം, ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഈ പോർഷനിൽ ഒരു ഡൾനെസ് തോന്നി. സോ ഇവിടെ ആയിരിക്കും ദ അപ്പെക്സ് ഓഫ് ദി ഹാർട്ട് കിടക്കണേ, ലെഫ്റ്റ് ബോർഡറിന്റെ അപ്പെക്സ് കിടക്കണേ. ഇനി മുകളിൽ ഈ ഒരു കേർവ് ആയിട്ടാണ് വരുന്നത്. സോ സംവർ ഇവിടെ ആയിരിക്കും വരിക. ഈ മുകളിലത്തെ പോയിന്റ് പറയുന്നത് സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജിന്റെ എന്ന് വെച്ചാൽ മിഡ് ലൈൻ നിന്ന് നമ്മൾ ഈ സ്റ്റേർണൽ ആംഗിളിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സെക്കൻഡ് റിബ്, അതിന്റെ സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജിൽ ഏകദേശം 1 to 1.5 ഇഞ്ചസ് അവേ ഫ്രം ദ മിഡ് ലൈൻ. സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജിന്റെ നേരെ ബിലോ പോയിന്റ് അതായിരിക്കും സുപ്പീരിയർ ആയിട്ട് കിടക്കുന്ന പോൾ ഓഫ് ദി ലെഫ്റ്റ് ബോർഡർ ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ പോയിന്റ് കണ്ടുപിടിച്ച് എവിടെ വരെ ആയിരിക്കും ലെഫ്റ്റ് ബോർഡർ ഓഫ് ദി ഹാർട്ട്. ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേഷൻ ഓഫ് ഹാർട്ട് കാര്യമായിട്ട് നമ്മൾ 4 റീജിയനിലായിരിക്കും, 4 ഏരിയാസിലായിരിക്കും ചെയ്യുന്നവ. ആദ്യത്തേത് അയോട്ടിക് ഏരിയ, പൾമണറി ഏരിയ, ട്രൈക്കസ്പിഡ് ഏരിയ, മിട്രൽ ഏരിയ. 4 ഏരിയാസ്. അയോട്ടിക് ഏരിയന്റെ പൊസിഷൻ വരുന്നത് എവിടെ വെച്ചാൽ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് റൈറ്റ് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് അയോട്ടിക് ഏരിയ. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്, ലെഫ്റ്റ് ടു ദ സ്റ്റേർണം, പൾമണറി ഏരിയ. ആൻഡ് അഗൈൻ ട്രൈക്കസ്പിഡ് കിടക്കുന്നത് ലോവർ എൻഡ് ഓഫ് ദ സ്റ്റേർണം, ലെഫ്റ്റ് സൈഡിൽ, അവിടെയാണ് ട്രൈക്കസ്പിഡ് ഏരിയ. ആൻഡ് അഗൈൻ അപ്പെക്സ് ഓഫ് ദി ഹാർട്ട്, നമ്മൾ ആ ഒരു അപ്പെക്സ് ബീറ്റ് കേട്ട ആ ഒരു പൊസിഷൻ, ദാറ്റ് ഈസ് 5th ഇന്റർകോസ്റ്റൽ സ്പേസ് 1 centimeter മീഡിയൽ ടു ദ മിഡ് ക്ലാവിക്കുലർ ലൈനിലായിരിക്കും ലാസ്റ്റ് മിട്രൽ ഏരിയ വരുന്നത്. ഈ ഏരിയാസിലൊക്കെ നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ട് ആദ്യം ഓസ്കൾട്ട് ചെയ്ത് നോക്കും. ആദ്യം അയോട്ടിക് ഏരിയ, ഇതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് പൾമണറി ഏരിയ, അഗെയിൻ സ്റ്റേർണം, നേരെ ഈ സൈഡിൽ ട്രൈക്കസ്പിഡ് ഏരിയ, ആൻഡ് 5th ഇന്റർകോസ്റ്റൽ സ്പേസ് ഈ പോർഷനിൽ മിട്രൽ ഏരിയ. ഇവിടെ നമ്മൾ ഹാർട്ട് സൗണ്ട് കേട്ടത് നോർമൽ ഇന്റൻസിറ്റിയിലാണ്, പ്രത്യേകിച്ച് ഒരു മർമറും കേട്ടില്ല ആൻഡ് ആഡഡ് സൗണ്ട് ഒന്നും കേട്ടില്ല.